എന്ത് ടൈപ്പ് ഓഫ് ഒറ്റാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് എനിക്കേ വ്യക്തത വന്നിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് എന്താണ് എന്തൊറ്റാന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ എന്താണ് ഒറ്റ് എന്നുള്ളൊരു കാര്യം? എന്താണ് ഒറ്റ? എന്താണ്? അല്ല, നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരാൾക്കെങ്കിലും അറിഞ്ഞിരിക്കണം അതെന്താന്നുള്ളത്. എന്നോട് ചോദിക്കുമ്പോൾ ഞാനൊരു തെറ്റാണോ പറയുന്ന എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാണല്ലോ. അപ്പോഴാണ് ആ ചോദ്യത്തിന് ഞാൻ തെറ്റാണോ ശരിയാണോ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതേ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ കൂടുതൽ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമല്ലോ. അതാ ഞാൻ ചോദിച്ചത്, എന്താണ് ഒറ്റ്? മലയാള സിനിമയിലെ ഒറ്റ എന്താണ്? ആ ആ അവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിലെ അതായത് നിങ്ങൾ ഈ കണക്കുകളടക്കം പുറത്തു വിടുന്നത് ഈ സിനിമയിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടി ഉപയോഗിക്കുക. അതായത് മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണോ? പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണോ? എന്റെ പേജിൽ കൂടെയാണോ ഞാൻ മലയാള സിനിമയിലെ കണക്ക് പുറത്തുവിടുന്നത്? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത്? 21 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അവിടെ ഒരുമിച്ചെടുക്കുന്ന ഡിസിഷനാണ്. അവിടെ എന്റെ സിനിമകളിലെ കണക്ക് ഇതൊരു മജോറിറ്റിയുടെ താല്പര്യമല്ലേ? ലിസ്റ്റിൻ സ്റ്റീഫന്റെ പേഴ്സണൽ താല്പര്യത്തിന് ഒരു സംഘടനയ്ക്ക് ഉള്ളിൽ പേഴ്സണൽ താല്പര്യത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ഈ സംഘടനയിൽ മത്സരിച്ച് ജയിച്ചു ഇലക്ഷൻ നടത്തിയിട്ട് സംഘടനാ ഇലക്ഷനിൽ ഫേസ് ചെയ്തിട്ട് അതിൽ ജയിച്ചു വന്നിരിക്കുന്ന ആളാണ്. ഇപ്പൊ ഈ ജൂൺ കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാരവാഹിത്വം അവസാനിക്കും, അടുത്ത ടൈം വരും. താല്പര്യമുള്ളവർക്ക് വരാം, മത്സരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ മലയാള സിനിമേനെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ നോക്കിക്കോളാം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി വേണ്ടേ? എന്താണ് ഒരാൾക്ക് വാ തുറന്ന എന്തും പറയാന്നുള്ള ഒരു ലൈസൻസ് എന്താണ്? ആരെയാണ് ഞാൻ ഒറ്റിക്കൊടുത്തത്? അല്ല, നിങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്ക്. ഞാൻ എന്താണ്, ആരെയാണ് ഒറ്റിക്കൊടുത്തത്? എന്താ ആന്ധ്ര ചിലപ്പോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നതായിരിക്കുന്നു. അപ്പം ആ ചാനലിലെ ആള് പറഞ്ഞു ലിസ്റ്റ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറയണോ പറയണ്ടയോ? നമുക്കൊന്നും പറയാൻ പോലും മേലാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിരുന്നു. ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ സാന്ദ്ര തോമസിന്റെ സുഹൃത്തായിരുന്നു. ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് 14 പേർക്കെതിരെ കേസ് കൊടുത്തു. ഞങ്ങൾ 14 പേര് കോടതിയിൽ പോയി ജാമ്യം എടുത്തു. ഇപ്പൊ അതിൽ 4 പേര് മാത്രമാണ് ഉള്ളത്. അപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുക? ഇതൊരു സമൂഹ മാധ്യമത്തിൽ കൂടി പറയുക, എന്താ കാര്യം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയ്ക്ക് പൈസ എടുത്തു. യെസ്, നമ്മളൊക്കെ പലിശയ്ക്ക് പൈസ എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊക്കെ ഇൻകം ടാക്സ് റെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ എത്ര കോടി രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണോ ചെയ്യുന്നത്? ഒരു ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓഫീസിൽ തന്നെ എത്രയോ ആളുകളുണ്ടാവും. ഒരു സിനിമാ വ്യവസായം എന്ന് പറയുന്ന എത്രയോ ആള് പ്രവർത്തിക്കുന്നതാണ്. ഇതിന്റെ അകത്തൊരു മറയുടെ ആവശ്യം എന്താണ്? ഇന്ന് ആരെങ്കിലും എന്നെ ക്യാഷ് വാങ്ങിയിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അങ്ങനെയുണ്ടോ? എല്ലാ വ്യവസായങ്ങളും ഓപ്പൺഡല്ലേ? ഈ സാന്ദ്ര തന്നെ ചെയ്തേക്കുന്ന കാശ് വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? അത് അല്ല, എന്ത് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ചോദ്യം, അതായത് നിങ്ങൾ എന്നോട്, എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല. സത്യത്തിൽ മലയാളത്തിലാണ് ചോദിച്ചെങ്കിലും പറഞ്ഞെങ്കിലും എനിക്കത് മനസ്സിലായില്ല. കാരണം എനിക്ക് കൂടുതൽ അറിയാവുന്ന മലയാളമാണ്. പക്ഷെ എനിക്ക് ആ മലയാളം അർത്ഥം മനസ്സിലായില്ല. സത്യത്തിൽ എന്താണ് ഒറ്റി കൊടുത്തതെന്ന് ഞാൻ യേശുക്രിസ്തുവിനെ ഒറ്റി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മലയാള സിനിമേനെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഒറ്റിക്കൊടുത്തത്? ആർക്ക് വേണ്ടിയിട്ട് ഒറ്റിക്കൊടുത്തു? എന്തിനു വേണ്ടിയിട്ട് ഒറ്റിക്കൊടുത്തു? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പലിശയ്ക്ക് പൈസ എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് എല്ലാ പടങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് കറക്റ്റാണ്. ഞാൻ എവിടെയും തർക്കിക്കുന്നില്ലല്ലോ. മലയാള സിനിമയിലെ 99% ആൾക്കാർ അങ്ങനെ തന്നെ എടുത്താണ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് എവിടെയാണ് ഒരു സത്യസന്ധത കുറവ്? എവിടെയാണ്? ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഗൂഢാലോചന എന്ന് പറഞ്ഞ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സിനിമ ഇറങ്ങി, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല.
അതിൽ ഈ സാന്ദ്ര തോമസ് പറയുന്ന ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഈ കണക്ക് പുറത്തു വിടുന്നതും അന്ന് താങ്കൾ ഈ ഫിലിപ്പ് അതാണ് സഹോദരൻ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ അതിന്റെ അകത്ത് 21 പേരിൽ ഒരു മെമ്പർ മാത്രമാണ്, ജയിച്ചു വന്ന ഒരു മെമ്പർ മാത്രമാണ്. അതിനകത്ത് ആ എല്ലാവരും കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണിത്. ഇപ്പം ആർക്കും വേണ്ടേ, അസോസിയേഷനുള്ള ആർക്കും കണക്ക് പുറത്തു വിടണ്ടേ? വിടുന്നില്ല. അവിടെ എല്ലാവരും ഒരു കൂട്ടായ തീരുമാനം എടുത്താൽ പോരെ. ഞാനാണ്, അതായത് എന്തൊക്കെയാണ് പറയുന്നത്, ഞാനായിട്ട് ആ കണക്ക് പുറത്തുവിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മലയാള സിനിമേനെ മുഴുവൻ എന്റെ ലോബി എന്ന് പറഞ്ഞാൽ, എനിക്ക് ലോബി എന്ന് പറയുന്നത്, ഞാൻ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ ലോബിയിലാണ് ലിഫ്റ്റ് വന്ന് നിൽക്കുന്നത്. ഈ ലോബിയുള്ള എനിക്കറിയാവുള്ളൂ, അല്ലാത്ത ലോബിനെ കുറിച്ച് എനിക്കറിയത്തില്ല. എന്താണ് ലോബി, അല്ലെങ്കിൽ ആരെയാണ് ഒറ്റിക്കൊടുത്തത്, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോടെ പറ. അപ്പൊ പിന്നെ എനിക്ക് പറയാനായിട്ട് ഇതുണ്ടല്ലോ. ഞാനും ഈ സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു, അത് ഏത് നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ? ഏത് സിനിമയായിട്ട്? അല്ല, അതിന്റെ ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട്. ഞാൻ 15 വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയിൽ താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ അതായത് ഒരു ഫൈറ്റ് താങ്ങാനുള്ള ശക്തി ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്ക് ഇല്ല. കാരണം സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ്, അവർക്കൊരു ഫാൻ ബേസ് ഇല്ല. ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നല്ല തിരക്കഥാകൃത്തെ കണ്ടെത്തി, ഒരു ഡയറക്ടറെ കണ്ടെത്തി, ഒരു നല്ല ടീമിനെ കണ്ടെത്തി, ഇവരെയൊക്കെ വലിയ സ്റ്റാർ ആക്കി മാറ്റാനായിട്ട് ഞങ്ങളാണ് മുൻകൈ എടുക്കുന്നത്. ആ പ്രൊഡ്യൂസറാണ് മുൻകൈ എടുക്കുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത ആർട്ടിസ്റ്റുകളുടെ ഫാൻ ബേസ്, ആർമി, അല്ലെങ്കിൽ അവരുടെ ഒരു PR വർക്ക് ഇട്ട് ആക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നു. എന്താണ് ഇവിടെ? നമുക്കൊരു ആർട്ടിസ്റ്റിനെതിരെ പറയാൻ പോലും ഇപ്പൊ ഇവൻ പറ്റത്തില്ല. എന്താണ് സംഭവം? അതായത് നമ്മുടെ അടുത്തേക്കാണോ വരുന്നതെന്ന് നോക്കിയിട്ടിട്ട് അറ്റാക്ക് ചെയ്യുക. എന്തൊക്കെയാണ് തെറിവിളികൾ, എന്തെല്ലാം സാധനങ്ങളാണ്. നിങ്ങൾ ഞാനിടുന്ന പോസ്റ്റിന്റെ അടിയിൽ നോക്ക്, ആരുടെയൊക്കെ പേരാണ് വരുന്നത്, ആരുടെയൊക്കെ ഫാൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്ക്. ഞാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞോ? അതായത് എനിക്ക് ചിലപ്പോ നമുക്ക് ഇമോഷൻസ് വരുമായിരിക്കാം. കാരണം നമ്മൾ പൈസ മുടക്കി സിനിമ എടുത്തു കഴിയുമ്പോൾ, നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കത് വിജയിച്ചില്ല എങ്കിൽ, നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ റോഡ് ലെവലിലായിരിക്കും. അപ്പം നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും, റിസ്ക് എടുക്കുന്നുണ്ട് ഉള്ളതുകൊണ്ടിട്ട്. പ്രതികരിച്ചിട്ടില്ല. ഞാൻ 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. എപ്പോഴും സുഗമമായിട്ട് സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകളിലെ നിന്നൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഒരു മൂഡ് സ്വിംഗ് ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മുടെ തന്നെ വിഷയമാണെന്നില്ല, വേറെ പല കാര്യങ്ങൾ കൊണ്ടിട്ട് പല പ്രോബ്ലംസ് വരാം. അതുകൊണ്ടിട്ടൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സിനിമകളിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ആ സിനിമകളിലെ കാര്യങ്ങൾ ചർച്ചയാവുന്നത്, ജനങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. നമ്മളെപ്പോലെ ഒരാള്, അതായത് ഞാൻ പറഞ്ഞ നമ്മൾ അസോസിയേഷനിലൊക്കെ നിൽക്കുന്നു, നമ്മളൊക്കെ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ വന്നിട്ട്. എനിക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ ഇവന് പറ്റുന്നില്ലെങ്കിൽ, എനിക്ക് എന്റെ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നില്ലെങ്കിൽ, ഒരു പുതിയതായിട്ട് വരുന്ന ഒരു നിർമ്മാതാവിനെ എങ്ങനെയാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? എന്നെ കൊണ്ടിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത പക്ഷമാണ് എനിക്ക് എന്താ പറയുക, അസോസിയേഷനെ സമീപിക്കേണ്ടതായിട്ടുള്ളൂ. ഞാൻ ഒരു അസോസിയേഷന്റെ തലപ്പത്ത് ഇരിക്കുന്നു, അവരിൽപ്പെട്ട ഒരാളാന്ന് വെച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അസോസിയേഷനിലേക്ക് ആ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ബാൻ ചെയ്യാനോ, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ വെച്ച് മോശമായിട്ട് സംസാരിക്കാനോ, ആ ആർട്ടിസ്റ്റിന്റെ പേര് പുറത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടിട്ടാണ്. ഇവിടെ അത്രമാത്രം ആർട്ടിസ്റ്റുകളുണ്ടോ? പ്രചരണം ഞാൻ നടത്തിയ പ്രചരണമാണെങ്കിൽ എന്നോട് ചോദിക്ക്, ഞാൻ എന്ത് പ്രചരണം ക്കുന്നത്. ഞാനിപ്പോ ഒരു സിനിമ ഇപ്പൊ ചെയ്യുന്നുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ദിലീപിനെ വെച്ച് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണ ബോർഡുകള്, റെയിൽവേ ആർഡുകള്, റേഡിയോ ആർട്സ്, TV ആർട്സ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതാ പ്രചാരണം. ഞാൻ നിങ്ങൾ ഈ പറയുന്ന നടനെതിരെ, പർട്ടിക്കുലർ നടനെതിരെ ഞാൻ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. പരാമർശിക്കേണ്ട സമയത്ത് പറയേണ്ടതാണെങ്കിൽ പേടിയില്ലാതെ തന്നെ പറയുക തന്നെ ചെയ്യും. നാളെ എനിക്ക് സിനിമ എടുക്കണ്ട, എനിക്ക് കുഴപ്പമില്ലല്ലോ. എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള വക എന്റെ കയ്യിലുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കത് മതി. നമ്മൾ താരത്തെ പേടിച്ച് നമുക്ക് പറയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു താരമാന്ന് വിചാരിച്ചുകൊണ്ടിട്ട് അറ്റാക്ക് ചെയ്യുന്നു. നിങ്ങളും എല്ലാം നമ്മളെ പോലെ സാധാരണക്കാരല്ലേ നിങ്ങളെല്ലാം. നമ്മളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടല്ലേ ഇവരെ വലിയ ആളാക്കിയേക്കുന്നത്.
വലിയ ആളാക്കി കഴിയുമ്പോൾ ഇവര് എന്റെ ഫാൻസ് എന്ത് ചെയ്യും? എന്റെ ഫാൻസ് എന്നെ ഇല്ലാണ്ടാക്കുവോ? എന്നെ ഇല്ലാണ്ടാക്കട്ടെ. എന്താ ഇല്ലാണ്ടാക്കുന്നത്? അല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാതെ പറയിക്കരുത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എനിക്കെതിരെ നടക്കുന്ന അറ്റാക്കുകൾ, എന്നെ ഫ്രോഡ്, മായ, കൂവ് എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നത്. ഇന്ന ആർട്ടിസ്റ്റിന്റെ പേര് പറയുന്നു, അവൻ കീജയ് എന്ന് പറയുന്നു. എന്റെ ഇപ്പൊ ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ എന്താ പറയുക, വേറൊരു ഇഷ്യൂ നടന്നു. എന്റെ പരിപാടി കഞ്ചാവ് കുറിച്ചാണ്. ഞാൻ അറിഞ്ഞിട്ടാണോ അവിടെ കഞ്ചാവ് പിടിക്കുന്നത്? എന്നോട് ചോദിച്ചോട്ടെ. എന്റെ പെർമിഷനിൽ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാം. ഞാൻ നടത്തുന്ന 3-4 സിനിമകൾ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ഓരോരുത്തരെ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പിടിക്കുന്നയാളെ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം കൂടി, അതായത് സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് താങ്കൾക്ക് അറിയാം. ഒരു താരത്തിന്റെ ഡേറ്റ് മാറുമ്പോൾ അതിൽ കൂടെ അഭിനയിക്കുന്ന ആളുകളുടെ ഡേറ്റും പ്രശ്നമാവും. അവർ ആ സ്ഥലത്തെത്തിയില്ലെങ്കിൽ, ഷൂട്ടിങ്ങിന് എത്തിയില്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെ ഡേറ്റും പ്രശ്നമാവും. അതിപ്പോ താങ്കൾ വലിയൊരു മാനസിക പ്രശ്നത്തിലും അല്ല, അത് എനിക്ക് ചോദ്യം മനസ്സിലായി. അതൊക്കെ ചിന്തിക്കേണ്ട ആർട്ടിസ്റ്റും കൂടെയല്ലേ? ഒരു മെയിൻ ആർട്ടിസ്റ്റ് ഒരു പടത്തിന് ഡേറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അതേ ചുറ്റിപ്പറ്റി വരുന്ന സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളിലൊക്കെ ഡേറ്റ് എന്താവും? ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഒരു പടത്തിന് ഒരു 5 ദിവസമായിരിക്കും കൊടുക്കുന്നത്. വേറൊരു സിനിമയ്ക്ക് 10 ദിവസം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഇന്ന പോലെ കറക്റ്റായിട്ട് ഡേറ്റിൽ വന്നില്ല എങ്കിൽ ആ സിനിമയുടെ ടോട്ടൽ ഷെഡ്യൂളിൽ തെറ്റും. ഈ ആർട്ടിസ്റ്റ് പിന്നീട് വന്ന് അഭിനയിച്ചു കഴിയുമ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ആരോപിക്കും? ഒരു തിരക്കുള്ള സബ് ആർട്ടിസ്റ്റ്, സെക്കൻഡ് ലെവലിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഒരു മാസത്തിൽ പല സ്ഥലത്തായിരിക്കും അഭിനയിച്ചുകൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡേറ്റ്, നമ്മുടെ പ്ലാനിങ്ങുകൾ എല്ലാം തെറ്റി. നമ്മൾ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സിനിമ എന്നിറക്കാവുന്നതോടെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സിനിമയ്ക്കുള്ളിൽ നടന്നില്ലേ? ഇതിപ്പോ ഒരു പ്രൊഡ്യൂസർക്ക് ഒരു കാര്യം പോലും പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് സ്ഥിതി? വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിക്കൊണ്ടിട്ടിരിക്കുമല്ലേ? അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ചെറിയ എന്റെ സിനിമയിൽ അഭിനയിക്കാത്ത പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വരാത്ത ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ പരാതിക്കൊന്നും പോയിട്ടില്ല, പരിഭവത്തിനും പോയിട്ടില്ല. അത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെ പോയില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേക ഒരു സിനിമയാണ്. അതായത് ആ സിനിമയ്ക്ക്, ആ പേര് ഞാൻ പറയുന്നില്ല, ആ സിനിമയ്ക്ക് ആ നടൻ വന്നില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡേറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെയുള്ള ചെറിയ ഇഷ്യൂസോ ഉള്ളെങ്കിൽ ഞാനിത് പറയത്തില്ല. ആ സിനിമയ്ക്ക് ആ ഡേറ്റ് വന്നില്ല എങ്കിൽ മറ്റു പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് അത് നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പൊ ഇവൻ ഇത് പറഞ്ഞു, നമ്മളെ കൊണ്ടിട്ട് ഇത് പറയിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഞാനാണ് ഒരു വലിയ കുറ്റം ചെയ്യുമെങ്കിൽ ആ ഓപ്പൺ ആയിട്ട് ആ നടൻ വന്നിട്ട് പറയട്ടെ, എന്നെ കുറിച്ചാണ് പറഞ്ഞത്, എന്നെ കുറിച്ചാണ് ആ പ്രൊഡ്യൂസർ പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ഇന്നതാണ് എന്ന് വന്ന് പറയട്ടെ. അപ്പോഴല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ ഒന്നും അല്ല. ആ ആള് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു മേശയ്ക്ക് ഇവൻ ചുറ്റും ഇരുന്നിട്ട് തീർക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെനിക്ക് എങ്ങനെയാണ് അതിന് വിലയിടേണ്ടതെന്നോ അതിനെന്താ മറുപടി കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. രൂക്ഷമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരെയുള്ള എനിക്കെതിരെ പറഞ്ഞോട്ടെ, എന്നെ തേജോവധം ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്നെ തെറി പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഒരു നാൾ സത്യം അറിയുമല്ലോ. അറ്റാക്ക് ചെയ്തോണ്ടിരുന്നോട്ടെ, ആളുകൾക്ക് വെള്ള പൂശിക്കൊണ്ടിട്ടിരുന്നോട്ടെ, ഒരു നാൾ സത്യം അറിയും. സത്യം അറിയുമ്പോഴും സത്യം അറിയാത്ത രീതിയിൽ വെള്ള പൂശിക്കൊണ്ടിട്ടേയിരിക്കും. അത് ഇൻഡസ്ട്രി അങ്ങനെയാണ്. ഇതൊരു ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രിയാണ്. ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടിട്ട് ഇതിങ്ങനെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു വിജയിച്ച സിനിമ നിർമ്മിച്ച പടത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് മാത്രമാണ്. അല്ലാണ്ടിട്ട് നമുക്ക് ഫാൻ ബേസ് ഇല്ല, സപ്പോർട്ടിന് ആർമി ഇല്ല, PR വർക്ക് ഇല്ല. മനസ്സിലായി? ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ മാത്രമാണ്. നമ്മൾ എന്തോരം ടെൻഷൻ അനുഭവിക്കും. നമ്മൾ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്രതികരിച്ചു പോകുന്നത്. നമുക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. ആ ആളുമായിട്ടുള്ള തുടർന്നൊരു പടം ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള എത്ര നല്ല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇത് ഉള്ളിൽ ഒതുക്കി, ഞാൻ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണല്ലോ, ഞാൻ അതിന്റെ ഒരു ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാന്ന് വെച്ചിട്ടൊന്നും ഞാൻ ഒരു ആർട്ടിസ്റ്റിനോട് ഇതുവരെ ബിഹേവ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് എന്നാൽ കൃത്യമായിട്ട് ചെയ്യണ്ടേ? അവരതിനെ ആ ചെയറിനോ ആ പ്ലേസിനോ അങ്ങനെ ഒരു സീരിയസ്നെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നുണയാണെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അല്ല, ഇതെല്ലാം നമുക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ്. നമ്മളൊരു കുട്ടി ഒരു ക്ലാസ്സിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലാസ് ടീച്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഇനി ആ തെറ്റ് ആവർത്തിക്കരുതെന്ന് ഫസ്റ്റിലെ പറയും.
പിന്നീട് വേണമെങ്കിൽ ഒരു എന്താ പറയുക ഒന്നുകൂടെ വാൺ ചെയ്യും. അല്ലെങ്കിൽ ആ ടീച്ചർ ആ ഹെഡ് മാസ്റ്ററിന്റെ റൂമിലേക്ക് ചെല്ലാൻ പറയും. അപ്പൊ ഹെഡ് മാസ്റ്റർ ഒരു വാണിംഗ് കൊടുക്കും. എന്നിട്ടും പറഞ്ഞാൽ കേട്ടില്ല എങ്കിലല്ലേ അടുത്ത തുടർ നടപടികളിലേക്ക് പോവുള്ളൂ. അതുപോലെ തന്നെയാണ് സിനിമയും. നമ്മളൊരു പ്രൊഡ്യൂസറുമായിട്ടൊരു കാര്യം ആദ്യം ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ അതിന്റെ ടീമായിട്ട് സംസാരിക്കും. ഇതൊന്നുമായിട്ട് നടക്കുന്നില്ലെങ്കിലാണ് നെക്സ്റ്റ് ഒരു അസോസിയേഷൻ ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ എടുത്തിയാടി അസോസിയേഷനിലേക്ക് എന്തിനാണ് പോകുന്നത്? അതായത് നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നില്ല എങ്കിൽ അസോസിയേഷനേ ഉള്ളൂ പറ്റൂ. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പടമല്ലേ, ഞാൻ ഈ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? നിങ്ങൾ തന്നെ നോക്ക്. അതേ തുടർന്ന് ഞാൻ വട്ടിപ്പലിശക്കാരനാണ്, ഞാൻ എല്ലാ പടവും പലിശയ്ക്ക് എടുത്തിട്ട് തന്നെയാണ് ഞാൻ പടം ചെയ്യുന്നത്. ഞാൻ എന്റെ വീട്ടുകാരോട് ചോദിച്ചാൽ പൈസ തരാനായിട്ടില്ല, നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തരാനായിട്ടില്ല, ഒരു ബാങ്ക് പൈസ തരത്തില്ല. പിന്നെ ആരാ തരുന്നത്? നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമ്മളൊരു വീടാണ് നിർമ്മിക്കുന്നതെങ്കിൽ വീട് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ട് ബാങ്കിന് കൊടുത്തിട്ടാണ് നമുക്ക് ഹൗസിംഗ് ലോൺ തരുന്നത്. നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ, ഒരു കാർ എടുത്താൽ കാർ ലോണാണ് ബാങ്ക് തരുന്നത്. എന്തും ആയിക്കോട്ടെ, എന്ത് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഒരു പ്രസ്ഥാനം തുടങ്ങാനായിട്ട് ആ പ്രസ്ഥാനത്തിന് അഗൈൻസ്റ്റ് ലോൺ കൊടുക്കുന്നവരുണ്ടാവും. സിനിമയുണ്ടെങ്കിൽ സിനിമയ്ക്ക് അഗൈൻസ്റ്റ് ലോൺ തരുന്നവരുണ്ട്. അതിലെന്താ തെറ്റിരിക്കുന്നത്? അതിൽ ആർക്കാണ് കുഴപ്പം? ഇനി പലിശയ്ക്ക് എടുക്കണ്ടേ? പലിശയ്ക്ക് എടുക്കണ്ടെങ്കിൽ നമുക്ക് പൈസ കൊണ്ടെത്താം, നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ വളച്ചൊടിച്ച് വേറെ ലെവലിൽ ഇവൻ കൊണ്ടുപോകുന്നത് തെറ്റാന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിൽ ഞാൻ അതാ വീണ്ടും പറയുന്നത്, എന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഫംഗ്ഷനിൽ വെച്ച് നടന്ന ഒരു ലോഞ്ചിന്റെ അത് അവസാനിച്ചപ്പോൾ പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ്. ആ ചെറിയ കാര്യം എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നത്?